തണുപ്പത്തൊക്കെ ഇരുന്ന് കണ്ടാ എങ്ങനെയുണ്ട്? ചൂടാവും. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ജെയിംസ് ബോണ്ടിന്റെ ഒക്കെ പടം കാണാൻ പോകില്ല. 007 M മമ്മൂട്ടി. ഫ്രണ്ട്സ്, അപ്പോൾ പുറത്ത് പെരുമഴയാണ്, തിയേറ്ററിനകത്ത് ജോസിന്റെ ഇടിമഴയാണ്. ഫസ്റ്റ് ഹാഫ് കണ്ട ഈ മോൺസോടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് ചോദിച്ചു നോക്കാം. നേരെ ടർബോ ഫസ്റ്റ് ഹാഫ്. അടിയില്ല, ഇടി മാത്രം. ബട ഇടി കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, കൊള്ളാം. ഫുൾ ആക്ഷൻ ആണ്, ഇടി മാത്രം. ഇൻട്രോ എങ്ങനെയുണ്ട്? ഇൻട്രോ മമ്മൂട്ടി 2 ഇൻട്രോ. ആദ്യത്തെ ഇൻട്രോയെക്കാട്ടി രണ്ടാമത്തെ ഇൻട്രോ പൊളി. ഫസ്റ്റ് ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങും. വില്ലൻ ഇൻട്രോ ആണ് അതിനെക്കാട്ടി ബേട ഇൻട്രോ. വില്ലനാണ് അതിനകത്ത് ബേട ഇൻട്രോ കൊടുത്തേക്കുന്നത്. കട്ടക്കട്ടായി കാണുക, പൊളിയ. ഈ തണുപ്പത്തൊക്കെ ഇരുന്ന് കണ്ടാ എങ്ങനെയുണ്ട്? ചൂടാവും. പടത്തിന്റെ പടം 1.25 മണിക്കൂർ. ഇപ്പോൾ 9 മണിക്ക് പടം കറക്റ്റ് 9 മണിക്ക് തുടങ്ങി. ഇപ്പം എനിക്കൊന്ന് 10:20 തോന്നുന്നു. 1.25 മണിക്കൂർ കഴിഞ്ഞ് 1.25 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് പ്രതീക്ഷിച്ചത് ഇൻട്രോ ഒക്കെ ഉണ്ട്. ഇൻട്രോ തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറഞ്ഞു. ഇൻട്രോ സീനിന് അതിനുശേഷമാണ് ഒരു ഇൻട്രോ, മമ്മൂട്ടിയുടെ ഒരു മാസ് ഇൻട്രോ വരുന്നത്. സാധാരണ നോർമലായിട്ട് പോയത് തന്നെയാണ്. പിന്നെ അതിനുശേഷം മമ്മൂട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 1.25 മണിക്കൂർ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് എബോ ആവറേജ്. പിന്നെ ആവറേജ് എന്നല്ല, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് പടം. നമുക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ ഫാൻ ഷോയ്ക്കാണ് കയറിയെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു മമ്മൂട്ടി കമ്പനി ആ ഒരു ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. എന്താ പറയുക, ഒരു മാസ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. സൂപ്പറാണ്. നല്ല മമ്മൂട്ടി. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആണ്. ഇൻട്രോ ഒക്കെ എങ്ങനെയാണ്? തിയേറ്ററിൽ പൊളിയാണ്. ഇൻട്രോ ഒരു ഇതാണെങ്കിലും ഇൻട്രോയ്ക്ക് ശേഷം വരുന്ന ഒരു കമ്മിങ് ബാക്ക് ഉണ്ട്, അത് കിടുവാണ്. മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ പിടിച്ചുള്ള സംഭവമാണ്. അത് എങ്ങനെയാണ്? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള ഒരു മാസ് എന്റർടൈനർ, അതിന് എന്തൊക്കെ ചേരാമോ അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ടുള്ള അടിപൊളി സിനിമ. അടിപൊളി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ജെയിംസ് ബോണ്ടിന്റെ ഒക്കെ പടം കാണാൻ പോകില്ല. 007 M മമ്മൂട്ടി, അങ്ങനെ വേണം പറയാൻ. അതുപോലാണ് പോകുന്നത്. ഇൻട്രോ ഒക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ്. കണ്ടുനോക്ക്. കണ്ടിട്ട് അഭിപ്രായം പറയണം, കാണാതെ ഒരു അഭിപ്രായം പറയരുത്. നമ്മൾ കണ്ടിട്ടാണ് പറയുന്നത്. ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ സംഭവം പൊളിച്ച്. അടിപ്പടമാണ്, ഫുൾ അടി. അടിപ്പടം വെറും അടിപ്പടമല്ല, കാര്യമുള്ള അടിയാണ്. എന്നാൽ കഥയുണ്ട്, അത്യാവശ്യം നല്ല മിടുക്കനായിട്ടുള്ള സ്റ്റോറിയുണ്ട്, തമാശയുണ്ട്, നമ്മളൊരു വെറൈറ്റി ലുക്ക്. സൂപ്പറാണ്. നമ്മളെ ഇരിച്ച് പിടിച്ചിരുത്തും. സ്ഥിരം കണ്ടിട്ടുള്ള ഒരു മാസ് അല്ലല്ല, ഒരുപാട് വ്യത്യാസം. എങ്ങനെയാണ് മൊത്തത്തിൽ ക്യാരക്ടർ എങ്ങനെയുണ്ട്? ക്യാരക്ടർ പൊളിയിലാണ്. പിന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ ആക്കിയത് എനിക്കറിയില്ല.